നമസ്കാരം. മദ്യപാന ദുശീലത്തിനെതിരെ ബോധവൽക്കരണ പരമ്പര 5ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എത്ര ശ്രമിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും മദ്യപാനം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നില്ലേ? നിങ്ങളെ സഹായിക്കുവാനായി 5 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണാൻ നിങ്ങൾ താല്പര്യം കാണിക്കുക. വ്യക്തമായ കാരണം കണ്ടെത്തുക. ആദ്യമായി എന്തുകൊണ്ടാണ് നിങ്ങൾ മദ്യം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഇത് നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാണോ, അതോ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണോ, അതോ നിങ്ങൾ സാമ്പത്തിക ഭദ്രത ആഗ്രഹിച്ചിട്ടാണോ ഇത് വേണ്ട എന്ന് വെക്കുന്നത്? ഈ കാരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. വീണ്ടും മദ്യപിക്കണമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയാൽ ഈ സമയത്ത് ഈ കാരണങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിയാൻ നിങ്ങൾക്ക് കരുത്തേകും. പ്രേരക ഘടകങ്ങളെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുക. രണ്ടാമതായി, നിങ്ങളെ മദ്യപിക്കാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളെയും ആളുകളെയും തിരിച്ചറിഞ്ഞ് മദ്യപിക്കുന്ന സുഹൃത്തുക്കളുടെ കൂട്ടായ്മകൾ, സങ്കടമല്ലെങ്കിൽ അമിതമായ സന്തോഷം, ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ അല്ലെങ്കിൽ ചില പ്രത്യേക സ്ഥലങ്ങൾ ഇവയൊക്കെ നിങ്ങളെ വീണ്ടും മദ്യത്തിലേക്ക് നയിച്ചേക്കാം. തുടക്കത്തിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ നിങ്ങൾ വേണ്ട വിവേകം കാണിക്കുക. ഇന്ന് മാത്രം കുടിക്കില്ല എന്ന തീരുമാനമെടുക്കുക. വൺ ഡേ അറ്റ് എ ടൈം. ജീവിതകാലം മുഴുവൻ ഞാൻ ഇനി കുടിക്കില്ലല്ലോ എന്ന് ഓർത്ത് ഭയപ്പെടാൻ പാടില്ല. ഇന്ന് ഒരു ദിവസം ഞാൻ കുടിക്കില്ല എന്ന ആ തീരുമാനം ഓരോ ദിവസവും അത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ നിങ്ങൾക്ക് ശക്തി ഏകുകയും ചെയ്യും. ഈ ലളിതമായ രീതി മുന്നോട്ട് കൊണ്ടുപോകുക. ഇന്ന് ഒരു ദിവസം ഞാൻ കുടിക്കില്ല എന്ന തീരുമാനത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുക. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മദ്യപിക്കുന്നത് തോന്നുന്ന ആ ഒരു സമയം വരുമ്പോൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും മറ്റു നല്ല കാര്യങ്ങളിലേക്ക് വ്യാപൃതമാക്കാൻ വേണ്ടി നോക്കുക. കുടുംബാംഗങ്ങളൊത്തര ചിലവഴിക്കുക, അല്ലെങ്കിൽ വിനോദങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചിട്ട് മുറ്റത്തുകൂടിയൊക്കെ ഉലാത്തുക, വ്യായാമം ചെയ്യുക എന്നിത്യാദി കാര്യങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ തണുപ്പിക്കുക, മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതൊക്കെ അനുവർത്തിച്ചാൽ, ഇതൊക്കെ ശീലിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ മഹാപിടിയിൽ നിന്നും, ഈ മാരക ശക്തിയുടെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടി സാധിക്കും. സഹായം തേടാൻ മടിക്കരുത്. അമിതമായി മദ്യപിച്ചിരുന്ന ഒരാള് പെട്ടെന്ന് മദ്യം നിർത്തുമ്പോൾ ശരീരത്തിനും മനസ്സിനും ചില തളർച്ചയും ചില ക്ഷീണങ്ങളും ചില അസ്വസ്ഥതകളും ഒക്കെ പ്രകടമാകുന്നത് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, സഹായം തേടാൻ മടിക്കരുത്. മനഃശാസ്ത്ര വിദഗ്ധരെ, അല്ലെങ്കിൽ കൗൺസിലേഴ്സ്, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഉപദേശം, അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്റർ പോലെയുള്ള അവരുടെ സഹായം, ഇതൊക്കെ നമ്മൾ സ്വീകരിക്കുന്നതിൽ നാണക്കേട് വിചാരിക്കേണ്ട, മടി കൂടാതെ, ഭയം കൂടാതെ, ലജ്ജ കൂടാതെ നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും നമ്മുടെ തന്നെ ആരോഗ്യത്തിനും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമ്മൾ സഹായം തേടുക. ഇത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള, നിങ്ങളുടെ പുതിയ തിരിച്ചുവരവിന് വേണ്ടിയുള്ള, നിങ്ങളുടെ പുതിയ ജീവിതത്തിന് വേണ്ടി ഒരു തുടക്കമാകട്ടെ. അതിനുവേണ്ടി എല്ലാ ശക്തിയും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഈ സമയം ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു. മദ്യപാനം ഉപേക്ഷിക്കുക എന്നത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. നല്ല ക്ലേശകരമായ പരിശ്രമം തന്നെ ഇതിന്റെ പിന്നിൽ ഉണ്ടാകണം. നമ്മുടെ ഈ തീരുമാനമായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പാളിപ്പോയേക്കാം, പരാജയപ്പെട്ടു പോയേക്കണം. നിരാശരാകാതെ വീണ്ടും പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. നിങ്ങളെ കൊണ്ട്, സഹോദരനെ കൊണ്ട്, അച്ചാച്ചനെ കൊണ്ട്, ഈ പിതാവിനെ കൊണ്ട് ഇത് സാധിക്കും. നിങ്ങൾ പരിശ്രമിച്ചാൽ ഇത് സാധിക്കും. സമാധാനം ഉണ്ടാകട്ടെ, കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ, സമൂഹം രക്ഷപ്പെടട്ടെ, നിങ്ങളുടെ ആരോഗ്യവും സംരക്ഷിക്കപ്പെടട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക. സബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ് ചെയ്യാനും മടിക്കാതിരിക്കുക.